ഗുഡ് ഈവനിംഗ് ആൻഡ് വെൽക്കം. സ്പെഷ്യൽ എഡിഷൻ തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഇടുക്കി ഡാമിലെ ജലനിരപ്പ് സംഭരണശേഷിയുടെ 98% കവിഞ്ഞു. 1% കൂടി ഉയർന്നാൽ അണക്കെട്ട് തുറക്കും. ആശങ്കയുടെ കാര്യമില്ലെന്ന് ഡാം സുരക്ഷാ അതോറിറ്റി ചീഫ് എഞ്ചിനീയർ. മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹപ്രായം നിശ്ചയിക്കുന്നതിനെതിരെ മുസ്ലിം സംഘടനകൾ സുപ്രീം കോടതിയിലേക്ക്. 18 വയസ്സ് നിർബന്ധമാക്കുന്നത് വ്യക്തി നിയമത്തിനെതിരെന്ന് മുസ്ലിം സംഘടനകളുടെ നേതൃയോഗം. തീരുമാനത്തോട് യോജിപ്പില്ലെന്ന് MSFും സോളിഡാരിറ്റിയും. അഭിപ്രായം പറയാനില്ലെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. ഏഷ്യൻ സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ കേരളത്തിന് സ്വർണ്ണത്തിളക്കം. PU ചിത്രയ്ക്കും അഫ്സലിനും ഇരട്ട സ്വർണം. 100 മീറ്റർ ഹഡിൽസിൽ TC ആര്യയ്ക്കും സ്വർണ്ണ നേട്ടം. പോൾവാട്ടിൽ മരിയ ജെയ്സന് വെള്ളി. മലയാളി കരുത്തിൽ 8 സ്വർണവുമായി മീറ്റിൽ ഇന്ത്യ 3ാം സ്ഥാനത്ത്. മുസഫർ നഗർ കലാപവുമായി ബന്ധപ്പെട്ട് 2 MLA-മാർ കൂടി അറസ്റ്റിൽ. ഇന്ന് അറസ്റ്റിലായത് BJP BSP MLA-മാർ. സഹകരണ ബാങ്കിലെ ജോലിക്കാരിക്ക് ദിവസക്കൂലി 2 രൂപ. 22 വർഷമായി ദലിത് ജീവനക്കാരിയെ ചൂഷണം ചെയ്യുന്നത് കോഴിക്കോട് കൽപ്പത്തൂർ സഹകരണ ബാങ്ക്. മീഡിയ 1 എക്സ്ക്ലൂസീവ്. അന്വേഷിച്ച് നടപടിയെടുക്കുമെന്ന് സഹകരണ മന്ത്രി. IPL വാതുവെപ്പ് കേസിൽ ഗുരുനാഥ് മെയ്യപ്പനെതിരെ മുംബൈ പോലീസ് കുറ്റപത്രം നൽകി. അമ്പയർ അസദ് റൌഫും ബിന്ദു ധാരാസിംഗും കുറ്റക്കാർ. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് N. ശ്രീനിവാസൻ. മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹപ്രായ പരിധിയിൽ ഇളവ് ആവശ്യപ്പെട്ട് മുസ്ലിം സംഘടനകൾ സുപ്രീം കോടതിയെ സമീപിക്കും. പ്രായപരിധി വ്യക്തി നിയമത്തിന് എതിരാണെന്നാണ് സംഘടനകളുടെ വിലയിരുത്തൽ. സമസ്ത, മുസ്ലിം ലീഗ് തുടങ്ങി 9 സംഘടനകളാണ് സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. കോഴിക്കോട് ചേർന്ന മുസ്ലിം സംഘടനകളുടെ യോഗത്തിലാണ് വിവാഹപ്രായം സംബന്ധിച്ച് സുപ്രീം കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചത്. യോഗത്തിൽ രൂപീകരിച്ച മുസ്ലിം വ്യക്തി നിയമ സംരക്ഷണ സമിതിയാണ് കോടതിയെ സമീപിക്കുക. 18 വയസ്സെന്ന പെൺകുട്ടികളുടെ വിവാഹപ്രായ പരിധി മുസ്ലിം വ്യക്തി നിയമത്തിന് വിരുദ്ധമാണ്. ഇത് ഭരണഘടന അനുശാസിക്കുന്ന പരിരക്ഷ ലംഘിക്കുന്നതാണെന്നും യോഗം വിലയിരുത്തി. ശരീഅത്ത് നിയമപ്രകാരം പെൺകുട്ടി ഋതുമതിയാകുമ്പോൾ വിവാഹം കഴിപ്പിച്ചയക്കാം. ചില പ്രത്യേക കാരണങ്ങളാൽ 18 വയസ്സിന് മുൻപ് വിവാഹിതരായ പെൺകുട്ടികളും കുടുംബവും പീഡനം അനുഭവിക്കുന്നുണ്ടെന്നും യോഗം വിലയിരുത്തി. അനിവാര്യമായ സാഹചര്യത്തിൽ മാത്രം ശരീഅത്ത് പ്രകാരം പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാനുള്ള അനുമതിക്കായാണ് കോടതിയെ സമീപിക്കുന്നതെന്ന് മുസ്ലിം വ്യക്തി നിയമ സംരക്ഷണ സമിതി കോർഡിനേറ്റർ മുസ്തഫ മുണ്ടുപാറ പറഞ്ഞു. മതവിശ്വാസങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും സംസ്കാരം സംരക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യവും നിലനിൽക്കുന്ന രാജ്യത്ത്, അതോടൊപ്പം 1937 മുസ്ലിം ശരീഅത്ത് അപ്ലിക്കേഷൻ ആക്ട് നിലവിലുള്ള സാഹചര്യത്തിൽ അപ്ലിക്കേഷൻ ആക്ടിലേക്കുള്ള ഒരു കടന്നുകയറ്റമായിട്ടാണ് മുസ്ലിം വ്യക്തി നിയമത്തിലേക്കുള്ള കടന്നുകയറ്റമായിട്ടാണ് സർക്കാരിൻ്റെ ഈ നിയമത്തെ സംഘടന കാണുന്നത്. ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ സമ്മർദ്ദം ചെലുത്താനും യോഗം തീരുമാനിച്ചു. കോട്ടുമല ബാപ്പു മുസ്ലിയാരാണ് സംരക്ഷണ സമിതിയുടെ ചെയർമാൻ. മുസ്ലിം ലീഗ് സെക്രട്ടറി MC മായിൻ ഹാജിയാണ് ജനറൽ കൺവീനർ. സമസ്ത, മുസ്ലിം ലീഗ്, ജമാഅത്തെ ഇസ്ലാമി, MES, ഇരുവിഭാഗം മുജാഹിദ് സംഘടനകൾ തുടങ്ങി 10 മുസ്ലിം സംഘടനകളാണ് യോഗത്തിൽ പങ്കെടുത്തത്. AP വിഭാഗവും മുസ്ലിം വ്യക്തി നിയമ സംരക്ഷണ സമിതിയുമായി സഹകരിക്കും. മീഡിയ 1 കോഴിക്കോട്. ഈ വിഷയം ഇന്ന് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നു. ജമാഅത്തെ ഇസ്ലാമി അസിസ്റ്റന്റ് അമീർ MK മുഹമ്മദ് അലി കോഴിക്കോട് ബ്യൂറോയിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കും. MSFന്റെ വിദ്യാർത്ഥിനി വിഭാഗം MSF ഹരിതയുടെ ജനറൽ സെക്രട്ടറി ഫാത്തിമ തഹ്ലിയ കോഴിക്കോട് സ്റ്റുഡിയോയിലുണ്ട്. SKSSF സംസ്ഥാന ജനറൽ സെക്രട്ടറി ഓണംപള്ളി മുഹമ്മദ് ഫൈസി തൃശ്ശൂരിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കും. അഭിഭാഷക ഭദ്രകുമാരിയെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം ഓണംപള്ളി മുഹമ്മദ് ഫൈസിയിലേക്ക്. മുസ്ലിം വ്യക്തി നിയമത്തിലേക്കുള്ള കൈകടത്തലായാണ് വിവാഹപ്രായത്തെ 18 വയസ്സാക്കി നിജപ്പെടുത്തുന്നതിനെ മുസ്ലിം സംഘടനകൾ കാണുന്നത് എന്നാണ് ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഏതാണ്ട് എല്ലാ മുസ്ലിം സംഘടനകൾക്കും പ്രാതിനിധ്യമുള്ള മുസ്ലിം വ്യക്തി നിയമ ബോർഡ് അഖിലേന്ത്യാ തലത്തിൽ നിലവിലുണ്ട്. അവർ ഇതേവരെ ഈ ഒരു പ്രശ്നം ഉന്നയിച്ചതായി കാണുന്നില്ല. മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ഇത്തരം പ്രശ്നം ചൂണ്ടിക്കാട്ടി ഒരു നിയമ നടപടിക്ക് മുതിർന്നതായും കാണുന്നില്ല. പിന്നെ എങ്ങനെയാണ് കേരളത്തിൽ മാത്രം ഈ പ്രശ്നം ഉടലെടുക്കുന്നത്? ഈ പ്രശ്നത്തിലൊരു നിയമ നടപടിക്ക് കേരളത്തിൽ മാത്രം ഒരു തീരുമാനമെടുക്കുന്നത് എന്തുകൊണ്ടാണ്? കേരളത്തിലെ ചില പ്രത്യേക സാഹചര്യങ്ങൾ, അതിൻ്റെ വർത്തമാന സാഹചര്യങ്ങൾ നമുക്കൊക്കെ അറിയുന്നത് പോലെ കേരള ഗവൺമെൻറ് കൊണ്ടുവന്ന സർക്കുലറും അതിനുശേഷം ഉണ്ടായ കുറേ വിവാദങ്ങളും ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഇങ്ങനൊരു വിഷയം ചർച്ചയ്ക്ക് വരുന്നത്. അതൊരു അഖിലേന്ത്യാ തലത്തിലെ ഒരു ഇഷ്യൂ ആയി വരാത്തത് കൊണ്ടാണ്
ഈ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് പോലെയുള്ള ഒരു ദേശീയ കമ്മിറ്റിയുടെ ശ്രദ്ധയിലേക്ക് അത് വരാതെ പോയത്. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം ഇതാണ്, അതായത് ഈ 18 വയസ്സ് എന്ന് നിജപ്പെടുത്തുന്നതോടുകൂടി മുസ്ലിം വ്യക്തി നിയമം എന്ന 1937 ശരീഅത്ത് ആക്റ്റും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഭരണഘടനാ പ്രകാരം എല്ലാ ജനവിഭാഗങ്ങൾക്കും അനുവദിക്കപ്പെടുന്ന ആർട്ടിക്കിൾ 25 ഉൾപ്പെടെ 29 ഉൾപ്പെടെയുള്ള എല്ലാ മതവിശ്വാസ അതുപോലെ തന്നെ ന്യൂനപക്ഷ സംസ്കൃതിയുടെ സംസ്കാരത്തെ സംരക്ഷിക്കാനുള്ള നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനൊക്കെ നേരെയുള്ള ഒരു കടന്നുകയറ്റമായിട്ട് വേണം ഇതിനെ കാണാൻ. അതുകൊണ്ട് ഇത് സംബന്ധിച്ച് മുസ്ലിങ്ങളുടെ കൂട്ടായ ഒരു തീരുമാനം എന്ന നിലയിൽ മുസ്ലിം സംഘടനകൾ ഒരുമിച്ച് കൂടി ഈ വിഷയത്തിൽ ഒരു പ്രായപരിധിയുടെ ആവശ്യമില്ല, പ്രായപരിധി നിശ്ചയിക്കേണ്ട ഒരു കാര്യം വരുന്നില്ല. ഒരു മുസ്ലിം ഒരു പെൺകുട്ടി അവളുടെ വിവാഹമാകുന്നതിനെ കുറിച്ചുള്ള ഏറ്റവും കൂടുതൽ കാര്യക്ഷമമായി അറിയുന്നത് പിതാവാണ് അല്ലെങ്കിൽ കുടുംബമാണ്. അവരാ വിഷയത്തിൽ ഇടപെടുകയും അങ്ങനെ ആ നിലയിൽ വിവാഹം നടക്കേണ്ടതുമായ ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ ഒരു പ്രായത്തിൻ്റെ ഒരു ഇത് വച്ചിട്ട് ആ ഒരു ഘടന വെച്ചുകൊണ്ട് ഇതിനെ അളക്കാൻ കഴിയില്ല. സത്യത്തിൽ ഇത്ര ഇതിനകത്ത് പറയേണ്ടതുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ പ്രായം എന്ന ഒരു മാനദണ്ഡത്തെ നിശ്ചയിച്ച് അങ്ങനെ ഒരു പ്രോഹിബിഷൻ ഈ വിഷയത്തിൽ കൊണ്ടുവരാതെ അതിൽ ഇപ്പോൾ സാമൂഹികമായ ഇന്നലെ ചേർന്ന സംഘടനകളുടെ യോഗത്തിൽ സുപ്രീം നിയമ നടപടി സ്വീകരിക്കാൻ ഒരു ഏകാഭിപ്രായം ഉണ്ടായിരുന്നോ? അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണോ ഇത്രയും സംഘടനകളുടെ പിന്തുണയുണ്ട് എന്ന് ഇന്ന് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്? അതെ, തീർച്ചയായും. അതായത് ഇപ്പോൾ ഈ സംഘടനകളുടെ എല്ലാം പിന്തുണയുണ്ട്. മുസ്ലിം സംഘടനകൾ മുഴുവനും ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നതാണ് ഇന്നലെ ഉണ്ടായ മീറ്റിങ്ങിൽ നമ്മൾ കാണുന്നത്. ശ്രീ എം കെ മുഹമ്മദ് അലി, മുസ്ലിം സംഘടനകളുടെ മുഴുവൻ പിന്തുണ ഇക്കാര്യത്തിൽ ഉണ്ട് എന്ന് പറയുന്നു. അത് ഉണ്ടോ? കേരളത്തിന്റെ പ്രത്യേക സാഹചര്യമാണ് ഇത് എന്ന് പറയുന്നു. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം കേരളത്തിലുണ്ടോ? മറിച്ച് ഫണ്ടമെന്റൽ റൈറ്റ്സിന് മുകളിലുള്ള കടന്നുകയറ്റമാണ് എന്നും പറയുന്നു. യോജിപ്പുണ്ടോ ഇതിനോടൊക്കെ? ഇന്നലെ ചേർന്നിട്ടുള്ള മുസ്ലിം സംഘടനാ നേതാക്കളുടെ യോഗത്തിൽ വെച്ച് ഈ വിഷയം ചർച്ചയ്ക്ക് വന്നിരുന്നു. യഥാർത്ഥത്തിൽ 18 വയസ്സ് പ്രായപരിധിയാക്കുന്നു എന്ന് പറയുന്നത് മുസ്ലിം സംഘടനകൾ ഒരുമിച്ച് നിന്ന് എതിർക്കുന്ന അല്ലെങ്കിൽ എതിർത്ത് തോൽപ്പിക്കേണ്ടുന്ന ഒരു പ്രശ്നമാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമി കരുതുന്നില്ല. മറ്റ് മുസ്ലിം സംഘടനകളും അങ്ങനെ ഒരു വിഷയം കരുതുന്നില്ല. പക്ഷേ 18 വയസ്സ് പ്രായപരിധിയാക്കി നിശ്ചയിക്കുന്നതോടുകൂടി ചില മുസ്ലിം പ്രദേശങ്ങളിൽ, മുസ്ലിം മഹല്ലുകളിൽ ഇതല്ലാത്ത 18 വയസ്സിന് മുമ്പ് വിവാഹം കഴിക്കപ്പെടുന്ന ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മുസ്ലിം സമുദായത്തിനകത്ത് മാത്രമല്ല, മറ്റ് സമുദായങ്ങളിലും ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ പ്രശ്നത്തെ എങ്ങനെ നമുക്ക് അഭിമുഖീകരിക്കാനാകും, ഈ പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്ന വിഷയത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇന്നലെ മുസ്ലിം സംഘടനാ നേതാക്കളുടെ യോഗത്തിൽ ചർച്ച നടന്നിട്ടുള്ളത്. ഈ യോഗത്തിൽ രണ്ട് അഭിപ്രായങ്ങളാണ് പ്രധാനമായും ഉണ്ടായിട്ടുള്ളത്. ഈ അഭിപ്രായങ്ങൾ, ഒന്ന്, മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരെ 18 വയസ്സിന് മുമ്പ് വിവാഹം കഴിക്കാനുള്ള പ്രവണതയിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തേണ്ടതുണ്ട്. അതിനാവശ്യമായ വിധത്തിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടക്കണം. അതേപോലെ തന്നെ ഏതെങ്കിലും പ്രത്യേകമായൊരു സാഹചര്യത്തിൽ, നിർബന്ധിതമായ ഒരു ചുറ്റുപാടിൽ 18 വയസ്സിന് മുമ്പ് വിവാഹം കഴിക്കപ്പെടേണ്ടുന്ന ഒരു സാഹചര്യമുണ്ടായാൽ ആ സാഹചര്യത്തിൽ പെൺകുട്ടിയെയോ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ രക്ഷിതാക്കളെയോ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെയോ ക്രിമിനൽ നടപടിക്ക് വിധേയമാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകരുത്. അത് കാര്യങ്ങൾ പരിശോധിച്ചും മനസ്സിലാക്കിയും ഒരു വിവേചന ബോധത്തോടുകൂടി കൈകാര്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിത്തീരണം. ഇതിന് ഒരു ഭാഗത്ത് ബോധവൽക്കരണ ശ്രമങ്ങൾ നടക്കണം, മറുഭാഗത്ത് നിയമപരമായ പരിരക്ഷ ഇതിന് ലഭിക്കാനുള്ള വഴി എന്താണ് എന്ന് ആലോചിക്കുകയും അന്വേഷിക്കുകയും നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് അത്തരം വിഷയങ്ങളിൽ തീരുമാനമെടുക്കുകയും വേണം എന്നതാണ് യഥാർത്ഥത്തിൽ ഇന്നലെ നടന്നിട്ടുള്ള യോഗത്തിൽ ഉണ്ടായിട്ടുള്ള പരസ്പര ധാരണ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഇന്ന് വാർത്താസമ്മേളനത്തിൽ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പ് അനുസരിച്ചാണെങ്കിൽ അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: മുസ്ലിം വ്യക്തി നിയമത്തിൽ വിവാഹപ്രായം നിർണയിച്ചില്ലെന്നിരിക്കെ അതിന് വിരുദ്ധമായി രാജ്യത്ത് നടപ്പിലാക്കിയ നിയമങ്ങൾ മുസ്ലിം സമുദായത്തിൻ്റെ മതപരമായ മൗലികാവകാശത്തിൻ്റെ ലംഘനമാണ്. ഈ വിഷയത്തിൽ അടിയന്തര പരിഹാരമാർഗങ്ങൾ ഉണ്ടാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് യോഗം ആവശ്യപ്പെട്ടു. തുടർന്ന് പറയുന്നത്, സമീപകാലത്ത്
മറ്റ് വിഭാഗങ്ങളിൽ നിന്ന് ശത്രുതാപരമായ സമീപനമുണ്ടാകുന്നു, അതിൽ യോഗം ഉത്കണ്ഠ രേഖപ്പെടുത്തുന്നു. ഈ സാഹചര്യത്തിലാണ് കോടതി നടപടികൾക്ക് മുതിരുന്നത് എന്നാണ് ഇന്ന് വാർത്താസമ്മേളനത്തിൻ്റെ ഭാഗമായി ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. അത്തരം ഒരു വാർത്താക്കുറിപ്പിറക്കാൻ പാകത്തിലുള്ള തീരുമാനങ്ങളാണോ ആ യോഗത്തിലുണ്ടായത്? ഇന്നലെ ആ യോഗത്തിലുണ്ടായിട്ടുള്ള പ്രശ്നം ഈ തരം അഭിപ്രായങ്ങളുണ്ട്. അതായത് ഒരു വ്യത്യസ്ത ആളുകൾ, സംഘടനകൾ, വീക്ഷാഗതിക്കാരായ ആളുകൾ ഒരുമിച്ച് ചേരുമ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കപ്പെടുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. ആ നിലയിൽ ഒരുപക്ഷേ സുപ്രീം കോടതി വരെ പോകണം എന്ന അഭിപ്രായവും ആ യോഗത്തിലുണ്ട്. പക്ഷേ യോഗം അവസാനം എത്തിയിട്ടുള്ള ധാരണ എന്ന് പറയുന്നത് അത് നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് ഏതു തരം നിയമ നടപടിയുമായിട്ട് മുമ്പോട്ട് പോകുന്നതാണ് ഉചിതമായിട്ടുള്ളത് എന്ന് അഭിപ്രായം അറിഞ്ഞ് വീണ്ടും ഈ നേതൃയോഗത്തിന് മുമ്പിൽ സമർപ്പിച്ച് അതിൽ തീരുമാനമെടുക്കും എന്നതാണ്. ഇതല്ലാതെ വളരെ കൃത്യമായി അടുത്തൊരു ദിവസം തന്നെ സുപ്രീം കോടതിയിലേക്ക് ഹർജിയുമായി പോകണം എന്ന തീരുമാനം എടുത്തിട്ടില്ല. ഏത് നടപടി സ്വീകരിക്കണം എന്നത് ഒന്നുകൂടി ആലോചിച്ച് തീരുമാനത്തിലെത്തും. ഫാത്തിമ താലിയ, ഇത്രയും നേരം കേൾവിക്കാരിയാക്കി ഇരുത്തിയതിൽ ക്ഷമ ചോദിക്കുന്നു. ഈ ചർച്ച കാണുമ്പോൾ എന്ത് തോന്നുന്നു? പെൺകുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള ഒരു അഭിപ്രായ പ്രകടനം. കേരളത്തിലെ ഇന്നത്തെ സ്ഥിതിയാണ് ഇവിടെ 18 എന്ന പ്രായപരിധി എടുത്തു കളയണമെന്ന് പറയുന്നത്. പക്ഷെ എന്ത് സാമൂഹിക സ്ഥിതിയാണ് കേരളത്തിൽ 18 എന്ന വിവാഹപ്രായം എടുത്തു കളയുന്നതിനുള്ളത് എന്നാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഇവിടെ വിദ്യാഭ്യാസം എന്നുള്ള ഒരു കാര്യത്തിനാണ് മുൻഗണന നൽകേണ്ടത്. വിദ്യാഭ്യാസമാണ് ഒരു പെൺകുട്ടിക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത്. ഇപ്പോൾ ഈ ഇവിടെ നടക്കുന്ന കല്യാണങ്ങളെല്ലാം എടുത്തു പരിശോധിച്ചാൽ ഡിഗ്രി അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ അവളുടെ പ്രൊഫഷണൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് വിവാഹം കഴിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഇന്ന് പാരൻസും ചിന്തിക്കുന്നുണ്ട്. അതിനിടയിൽ ഇങ്ങനെ ഒരു 18 എന്ന പരിധി എടുത്തു കളയണം എന്ന് പറയുന്ന ഒരു സാഹചര്യം എവിടെയാണ് ഉള്ളത് എന്നാണ് എനിക്ക് ചോദിക്കുന്നത്. കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം എന്നാണ് ഇവർ പറഞ്ഞത്. അതുമാത്രമല്ല, ഇന്നലെ ചേർന്ന യോഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണയുണ്ടായിരുന്നോ? പെൺകുട്ടികളുടെ അഭിപ്രായങ്ങൾ ആരെങ്കിലും ആരാഞ്ഞിരുന്നോ? എവിടെ നിന്നാണ് ഇത്തരം ആവശ്യങ്ങൾ ഉയർന്നു വരുന്നത്? എനിക്ക് പറയാനുള്ളത്, സുപ്രീം കോടതിയെ സമീപിക്കുന്നതിന് മുൻപ് ഏറ്റവും ആദ്യം വേണ്ടത് ഒരു സർവേ നടക്കണം. പെൺകുട്ടികളുടെ ഇടയിൽ ഒരു സർവേ നടക്കണം. പാരൻസിൻ്റെ ഇടയിലല്ല, പെൺകുട്ടികളുടെ ഇടയിൽ. മാരേജ് കഴിഞ്ഞ പെൺകുട്ടികളുടെ ഇടയിൽ നടക്കണം, ക്യാമ്പസിൽ നടക്കണം. എന്നിട്ട് അതിനെ ആ ഒരു സർവേക്ക് അനുസരിച്ചിട്ടുള്ള ഒരു തീരുമാനത്തോടെയാണ് സുപ്രീം കോടതിയിൽ പോകേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ മതസംഘടനകൾ കൂടി എടുത്ത ഒരു തീരുമാനം അത് എത്രത്തോളം ഈ ഒരു സമൂഹത്തിൽ ആ സമൂഹത്തിന് എത്രത്തോളം ഇഫക്റ്റ് ചെയ്യുന്നുള്ളത് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു സർവേക്ക് ശേഷം മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകാൻ പാടുള്ളൂ. ഒരു 18 എന്ന പ്രായം എടുത്തു കളയുന്നതിനോട് തീർച്ചയായിട്ടും ഞാൻ യോജിക്കുന്നില്ല. MSFൻ്റെ നിലപാട് തന്നെയാണ് ഹരിതയ്ക്കുമുള്ളത്. 18 എന്ന പ്രായം കുറയ്ക്കുക, ഈ ഒരു ചുറ്റുപാട്, ഈ ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ അത് കുറയ്ക്കേണ്ട ആവശ്യമില്ല. അത് ഇനി ഉയർത്തണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഞങ്ങൾക്കുള്ളത്. തിരിച്ചു വരാം.